Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് ഞാൻ ഒരു റെസിപ്പി വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യമേ കമന്റ് പറയരുത്, ഇത് സ്ഥിരമാണ്. സ്ഥിരമല്ല, ഇതൊരു വ്യത്യാസപ്പെട്ട ഒരു കറിയാണ്. ഇതെന്നാന്ന് വെച്ചാൽ ഒരു ജയ്പൂരിലെ ചിക്കൻ കറി. ഇത് അവരുടെ കല്യാണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്ക ഹോട്ടൽസിലൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നതെന്നല്ലേ, എൻ്റെ രണ്ടാമത്തെ മോൻ ഡൽഹി പഠിക്കുന്നതുകൊണ്ടാണ് ഇതിനെ കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നത്. ഇല്ലേ, ഇതൊന്നും ഞാൻ അന്വേഷിക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ ഹോസ്റ്റലിൽ ഒത്തു കൂടുമ്പോഴത്തേന് പല നാട്ടിലെ പിള്ളേരല്ലേ, അന്നേരം പിന്നെ ഇവർ നമ്മുടെ മോനാന്നേല് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിയും നാടൻ വിഭവങ്ങളെ കുറിച്ച് പറയും. അവരവരുടെ എന്താ പറയുക, നാടൻ വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബട്ടർ ചിക്കൻ, ജയ്പൂർ ചിക്കൻ, അങ്ങനെ പല തരമുണ്ട് അല്ലേ. അപ്പം അതിൽ അവൻ എന്നാ ചെയ്തു, അവൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ആ കുട്ടി കൊണ്ടുവന്ന ഒരു കറി അവൻ കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് റെസിപ്പി ഒന്നും അറിയാൻ മേലാതെ ഞാൻ എങ്ങനെ ചെയ്യുന്നത്. സോ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് ഷീ ഗേവ് മീ ദ റെസിപ്പി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി. എന്നാന്നോ, അവരൊക്കെ ഈ ഉള്ളി വറുത്തതൊക്കെ ഉണ്ടല്ലോ ഒരു ടിന്നിലാക്കി അങ്ങ് വെച്ചേക്കും. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ ഒരിക്കലും ചീത്താവത്തില്ല. അതായത് വെളിയിൽ വെക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 2 വീക്സോളം ഇരിക്കും. ഇത് ഫ്രിഡ്ജിലൊരു കണ്ടെയ്നറിലാക്കി അങ്ങ് അടച്ചു വെക്കുവാന്നേൽ മിനിമം ഒരു 1 to 2 months വരെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞേ ഈ ഫ്രീ ടൈമിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ വഴറ്റുക, ടൊമാറ്റോ ചേർക്കുക, നമ്മൾ ഈ വെള്ളം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഈ ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളുടെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാ മോനന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, പഠിക്കാം. അങ്ങനെ പഠിച്ചെടുത്താലോ എന്നെ എളുപ്പമാണെന്നറിയോ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. എത്ര വേഗമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാടൻ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അതല്ല കേട്ടോ, അവരുടെ ടേസ്റ്റാ. പിന്നെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കും എന്നൊന്നും ആരും ചിന്തിക്കരുത്. എപ്പോഴും പറയില്ലേ, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലേ. ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. നമ്മളത് ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കി, മേ ബി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആയിരിക്കാം, അതിനകത്തൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പം അതിനൊരു കുറച്ചൊരു ഡിഫറെൻറ്റ് വരും, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പിന്നെ അതൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. ട്രൈ ചെയ്യണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് അറിയണം. നമുക്കൊന്ന് നോക്കാം. ഇതിനിപ്പം ഞാനൊരു 2 കിലോ ഇറച്ചിയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു 4 സവാള എടുത്തേച്ച് ബിരിയാണിക്ക് വറുത്തിടുകയല്ലേ എന്ന് പറഞ്ഞല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തി പറഞ്ഞ്. ഇതേപോലെ കുറച്ച് കൂടുതൽ ഉള്ളി മേടിച്ചേച്ച് അവരങ്ങ് വറുത്ത് വെക്കുമ്പോൾ ചിക്കൻ കറിയിലും പനീർ കറിയിലും അവർ ഏറ്റവും കൂടുതൽ ദം ആലു ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞു പൊട്ടറ്റോ വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കും. അതിലൊക്കെ ഉള്ളി വഴറ്റാനുള്ള സമയം മെനക്കെടാതെ ഇതാണ് കുറച്ചുകൂടെ കളറ് കിട്ടുക, രുചി കൂടുക, ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ കുറച്ച് ബ്രിസ്റ്റ ചെയ്തു വെച്ചാൽ നമുക്കും എളുപ്പമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാടൻ ചിക്കൻ കറിയിൽ പോലും ഇങ്ങനെ ഉള്ളി വറുത്ത് ഇത് ചേർക്കുവാണെങ്കിൽ രുചി കൂടും. അത് എൻ്റെ ഒരു അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല, നമുക്ക് സാധാ വഴറ്റിയൊക്കെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് മേടിച്ചതാ, ചതച്ച് ചേർക്കുന്ന, ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഇതിപ്പോൾ പുതിന ഇലയാ, കുറച്ച് പുതിനായും വേണം, മല്ലിയിലയും കൂടെ ചേർക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ളതല്ല. എനിക്ക് എപ്പോഴും എരിവ് കൂടി പോയാൽ എനിക്ക് ടെൻഷനാണ്. അതല്ല, നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. സാധാ മുളക് പൊടി 50-50 ബേസിസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എരിവ് മാത്രമാണെങ്കിൽ അങ്ങനെ അത് ചേർക്കാം. പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്കായുടെ പൊടിയാ, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാലയാ. ഈ പറഞ്ഞാൽ ഈ ഗരം മസാല ഉണ്ടല്ലോ, ഞാനേ മേടിച്ചതാ, പൊടിക്കുന്നതാ ഏറ്റവും കുറച്ചുകൂടി ഒരു മണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ മേടിക്കുന്ന മസാലയ്ക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കംപ്ലീറ്റ്ലി നോർത്ത് സൈഡിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പം എന്നാ പറ്റുന്ന അറിയോ, നമ്മൾ ഗരം മസാല നമ്മൾ ഇടുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കമൻറ്റ്, ഇത് നമ്മുടെ ചിക്കൻ കറി എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ പൊടിച്ചു വെച്ചിരിക്കുന്ന പാക്കറ്റിലെ ഗരം മസാലയ്ക്ക് ഒരു വേറെ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ആ മസാല മേടിച്ച് ഇടുന്ന ഏറ്റവും ടേസ്റ്റ്. പിന്നെ വേണ്ടിയത് ഇത് കുറച്ച് തേങ്ങ, പച്ച തേങ്ങ അരച്ചതാ. ഇതൊരു ഓപ്ഷൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊപ്ര തേങ്ങ ഇല്ലേ, അത്രയും ആ ഒരു തേങ്ങ, ഒത്തിരി ഉണങ്ങിയതല്ല, എന്നാൽ ഉണക്ക് തുടങ്ങിയ തേങ്ങ,
അതിൽ നിന്നൊരു 3-4 സ്ലൈസ് എടുത്തേച്ച് അത് അരച്ചാലും മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചറിയാം, ഒരു കൊപ്ര ടേസ്റ്റ് അരയ്ക്കുവാന്നേൽ ആ കൊപ്രയുടെ ഒരു ചുവ വരും. നമ്മൾ ചേർക്കുന്നതാണെങ്കിൽ നെയ്യും റിഫൈൻഡ് ഓയിലും, അപ്പം എല്ലാ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കോമ്പിനേഷൻ നോക്കിയപ്പോൾ ശരിയായില്ല. ഇത് എൻ്റെ അഭിപ്രായം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് സാദാ ജീരകമാണ്, നമ്മുടെ സാദാ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരകം. ഇതിപ്പോൾ എൻ്റെ അവൈലബിൾ സാദാ ജീരകം, അതല്ല നമ്മുടെ കയ്യിൽ ഷാജീരകം ഉണ്ടെങ്കിൽ അതിടുക. ബിരിയാണിക്കൊക്കെ ഇടുന്നില്ലേ, അതുണ്ടെങ്കിൽ അതിടുക. പിന്നെ ഉള്ളത് കുറച്ച് ഗ്രാമ്പൂ. ഇതെന്നാന്നറിയാവോ, കുറച്ച് ആൽമണ്ടും കാഷ്യൂനട്ടും കൂടെ അരച്ചെടുത്ത പേസ്റ്റാണ്. ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാ. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും 2-3 പെപ്പർകോൺസും കൂടി ഇടുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഉള്ളത് ഗരം മസാല ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു തക്കോലവും ഇച്ചിരി പട്ടയൊക്കെ ഇടുമ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക പഞ്ച് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1-2 ഇടാം. ഗരം മസാല ഇടുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ പഞ്ചെന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് ഇടുകയും വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു പുളിയില്ലാത്ത തൈര. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന നെയ്യാ. അതല്ല, നെയ്യ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തനി പശുവും പാല്. ഇതിനകത്ത് നമുക്ക് എന്നാ പറയുക, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇടാം. അത് ഇല്ലാത്തവർക്ക് ഇടണ്ട, ഞാൻ പറയത്തില്ല ഇടണം എന്ന്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടേ, പണിയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക, അന്നേച്ച് അടുപ്പിലോട്ട് വെച്ച് ദമ്മാക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ദമ്മാക്കി ചിക്കൻ എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ ഇടയ്ക്കൊന്ന് ഇളക്കണം. എന്നാന്നോ, ഈ കാഷ്യൂനട്ടെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഒരു 4 സവാള ഇത് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ടേ. അടുത്ത നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതൊരു 1 ടീസ്പൂണോളം ഞാൻ ഇടുക. പിന്നെ ഉള്ളത് നമ്മുടെ പൊടികളാണ്. 1 കിലോയ്ക്ക് ഒരു 4 ടീസ്പൂൺ കണക്കായിട്ട് എടുത്തോ. അപ്പോൾ ഇത് 2 കിലോളം ഉണ്ട്. ഇത് പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത്ര എരിവ് വരികയില്ല. ഞാനൊരു 4, എൻ്റെ ഈ സ്പൂണിൻ്റെ കണക്കിന് ഒരു 4 സ്പൂൺ ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ചേർത്തോളാം. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാലോ. മല്ലിപ്പൊടിയും സെയിം, എത്രയാ നമ്മൾ മുളക് പൊടി എടുത്തതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്കാപ്പൊടി, അത് മുഴുവൻ ഇടുവാണ്. ഇതൊരു 10 ഏലക്ക പൊടിച്ചിട്ടുണ്ടാവും. ഗരം മസാല ഒരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ തേങ്ങ അരച്ചത്, ഷാഹി ജീരകം ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമ്മുടെ സാദാ ജീരകം. പിന്നെ ഉള്ളത് 3-4 ഗ്രാമ്പു, 2-3 കുരുമുളക്, പട്ട ഇതിനകത്ത് തന്നെ 2 സ്ലൈസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ഇടുന്നില്ല. തക്കോലത്തിന്റെ ഒരു ഫുൾ തക്കോലം വേണ്ട, അതിന്റെ 2 ഇതള് മാത്രം. പിന്നെ ഉള്ളത് തൈര്. ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തേച്ച് ബാക്കി കാഷ്യൂ പേസ്റ്റും ആൽമണ്ട് പേസ്റ്റും എല്ലാം പിന്നെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ബാക്കി, ഇത് ഫുൾ പെരണ്ടിട്ടില്ല, ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാൻ പോവാ. ദാറ്റ് ഈസ് നെയ്യ്. നെയ്യ് നല്ലോണം വേണം, പിന്നെ ലാസ്റ്റ് കുറച്ച് വേണം. അതുകൊണ്ട് ഞാനൊരു 3/4 ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ
അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ചത്. ഇനി ഇതിനെ ഞാനിത് വെക്കാൻ പോകുന്ന ചീനച്ചട്ടിയിലോട്ട് ഇടുവാണേ. ഓക്കെ, മസാല എല്ലാം തേച്ചു. പക്ഷെ ഒരു കാര്യം ഇട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല. അപ്പൊ ഉപ്പും ഇടണം, ബാക്കി ഇലകളും ഇടണം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ നമ്മുടെ ഇതിനകത്ത് ഇപ്പം പുതിന മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കുറച്ച് പുതിന ഇലയും മല്ലിയിലയും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത് നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. അല്ല, അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കാൻ പോവാ. ദമ്മ് ചെയ്യാൻ ഇഷ്ടമുള്ളവര് അത് ചെയ്യാം. അതല്ല, ഇങ്ങനെ സാധാ നമുക്ക് അത്രയും കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുവല്ല, നമ്മൾ സാധാ ചിക്കൻ കറിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. പാല് പിരിഞ്ഞു പോകുന്നുള്ള ഓർത്ത് പേടിക്കേണ്ട ആവത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഇനി വെന്താൽ മാത്രം മതി. ഇന്ന് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആ ഉള്ളി വറുത്തതിൻ്റെ എണ്ണ, പിന്നെ ഈ പറഞ്ഞ നമ്മൾ ചേർത്ത നെയ്യുടെ, പിന്നെ എന്നാ പറയാ കൊപ്ര തേങ്ങ ചേർക്കുവാന്നേൽ അതിൻ്റെ എണ്ണമയവും എല്ലാം വരും. കൊപ്ര തേങ്ങ ചേർക്കുവാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് കൊപ്രയുടെ തേങ്ങ വെച്ചിട്ടാണ്. പക്ഷെ എന്നാന്നോ, എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്ര എനിക്കിഷ്ടമായില്ല. പക്ഷെ എല്ലാവർക്കും ഞാൻ എൻ്റെ പോലെ ആവണം എന്നില്ലല്ലോ. ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഒരു ജയ്പൂർ ടേസ്റ്റ് എന്താണെന്ന് നമുക്കും അറിയാമല്ലോ. ഒരു എന്നാ പറയുക, കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ പല അറിവുകൾ നേടാനും പല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഗീ റൈസിൻ്റെ കൂടെ. ഗീ റൈസ് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ബറോട്ടയാ, അത് നല്ലതാ. നാൻ നല്ലതാ. ഇതൊന്നും വേണ്ടെങ്കിൽ അപ്പം ബെസ്റ്റാണ്. ഇതൊക്കെ കഴിക്കുക ചപ്പാത്തിയുടെ കൂടെ നല്ലതാ. വെരി സിമ്പിൾ, വലിയ മെനക്കേടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയോ? ചിക്കൻ ഒന്ന് വെന്തേച്ച് വെള്ളം ഊറും. വെള്ളം ഊറി കഴിഞ്ഞ് ഇത് നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, എല്ലാം നല്ല തെളിഞ്ഞ് ഇതിൻ്റെ മേളിൽ വരും. അത് തിളയ്ക്കുമ്പോഴേ വരും, അതൊന്ന്. പക്ഷേ അതിൻ്റെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൻ്റെ വേവ് കൂടെ നോക്കിക്കോണം. ഇടയ്ക്ക് ഇളക്കണം, മസ്റ്റാണ്. ബിക്കോസ് നമ്മൾ കാഷ്യൂ പേസ്റ്റും മറ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. Annie's Kitchen. Let's cook with love.